പൊതുവേ നമ്മൾ ആക്ച്വലി ഹോളിവുഡിലേക്ക് നോക്കിയാൽ നമുക്കിപ്പോൾ അടുത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം സോംബി പടങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് 28 ഇയേഴ്സ് ലേറ്റർ വരെ നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു വാമ്പയർ പടം നമുക്ക് ലഭിക്കുന്നത് തന്നെ. ആൻഡ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തേക്കുന്ന മറ്റാരുമല്ല, റിയാൻ കുഗ്ലർ ആണ്. ആൻഡ് മൈക്കിൾ ബി ജോർഡൻ ആണ് ഇതിനകത്തുള്ള മെയിൻ കാസ്റ്റിൽ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത്. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണേ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമയുണ്ടോ, നല്ലൊരു വാമ്പയർ പടമാണോ ഇത് എന്നുള്ളൊരു കാര്യം എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആദ്യം സമയം ഞാൻ കളയുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ ഓരോരുത്തരും വന്നിട്ടുള്ളതിൻ്റെ ആൻസർ തന്നെ ഞാൻ പറഞ്ഞേക്കാം. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പടം അത്യാവശ്യം കൊള്ളാവുന്നൊരു പടമായിട്ടാണ് എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേ ഞാൻ പറഞ്ഞ സോംബി ഫിലിം നമുക്ക് ചറപറ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഈ ഒരു വാമ്പയർ പടം നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. അതിന് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിയാൻ കുഗ്ലർ ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ കിഡിലനായിട്ട് തന്നെ ഈ ഒരു സിനിമ പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ മൈക്കിൾ ബി ജോർഡൻ 2 ക്യാരക്ടേഴ്സിനെ പുള്ളിക്കാരൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. 2 ട്വിൻ ബ്രദേഴ്സ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഞാൻ സത്യം പറയാലോ, പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ ബ്ലാക്ക് പാന്തറിലെ കിൽ മോങ്കർ വൈബ് വരെ എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ റിയാൻ കുഗ്ലറിൻ്റെ ആ ഒരു ഡയറക്ഷൻ്റെ മികവ് തന്നെയാണ് നമുക്ക് അതിൽ കൂടി നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ മൈക്കിൾ ബി ജോർഡനെ പോലത്തെ ഒരു ആക്ടറിനെ നല്ല എത്രത്തോളം പുള്ളിക്കാരൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ സാധിക്കും അത് നമുക്ക് ഈ ഒരു പടത്തിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി കുറച്ചൊരു വൈൽഡ് വെസ്റ്റ് പോലെയാണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വാമ്പർ ഒന്നും പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന വാമ്പേഴ്സിലേക്കുള്ള ആ ഒരു ഇതൊക്കെയാണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്താണ് അവർ നമ്മളെ കാണിച്ചു വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഫസ്റ്റ് ഹാഫ് സ്ലോ ബേൺ തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫാണ് മോനെ വേറെ ലെവലായിട്ട് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ സോംബി ഫിലിമിൽ കാണുന്ന പോലെ തന്നെ സോംബീസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നെങ്കിൽ അതല്ല പടം. ഇവർ നല്ല രീതിയിൽ തന്നെ എന്താ പറയേണ്ട ആ ഒരു പ്ലോട്ട് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടാണ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വാമ്പേഴ്സിനെ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. അതായത് പല സിനിമകളിനകത്ത് നമ്മൾ ആക്ച്വലി സോംബീസിനേക്ക് ഒരു ബന്ധമില്ലാതെ സോംബീസ് വരുന്നതല്ല നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നുമല്ല ഇതിനകത്ത് അവർ ആക്ച്വലി വാമ്പയറിനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ലാഗ് ആ ഒരു സ്ലോ ബേൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. പക്ഷെ അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ഓരോ സീക്വൻസ് ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് എന്താണ് വാമ്പയർ എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയില്ല. സോ നമുക്ക് അറിയാത്തൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു പാനിക് മെൻറ്റാലിറ്റിയിൽ നമ്മൾ എത്തും. അത് നമുക്ക് ത്രൂ ഔട്ട് ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ മൈക്കിൾ ബി ജോർഡൻ കിഡിലനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹെയ്ലി സ്റ്റെയിൻഫീൽഡ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പുള്ളിക്കാരിയുടെ ക്യാരക്ടറും പുള്ളിക്കാരി ഭയങ്കര സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു സിനിമ ആദ്യമേ ഞാൻ പറയും ഇതൊരു അഡൾട്ട് റേറ്റഡ് സിനിമ തന്നെയാണ്. ബ്ലഡ് ആൻഡ് ഗോർ ആവശ്യത്തിൽ കൂടുതലുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു 18+ ഫിലിമാണ് ഇത്, അത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അഡൾട്ട് റേറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുള്ള ആക്ഷനകത്താണെങ്കിലും വയലൻസ് ഗോറിനകത്താണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് പല ആക്ഷൻ സീക്വൻസും ലാസ്റ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ടീം അപ്പ് ചേർന്നിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ രീതിയിൽ ഇതൊരു മ്യൂസിക്കൽ ഫിലിമായിട്ടും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല പഴയ ഓൾഡ് ബ്ലൂസ് ടൈപ്പ് മ്യൂസിക് ഒക്കെ നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഞാൻ ഇത്രേ പറയുള്ളൂ, നല്ലൊരു ക്യാരക്ടർ ബിൽഡിങ്ങും നല്ലൊരു സ്റ്റോറി പ്ലോട്ട് ലൈനും ഇതിനകത്ത് റിയാൻ കുഗ്ലർ ആസ് ഒരു ഡയറക്ടർ പുള്ളിക്കാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബ്ലഡ് ആൻഡ് ഗോർ ഉള്ളൊരു വാമ്പയർ സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിട്ടാണ് സിന്നേഴ്സ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് സിന്നേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിട്ടുള്ള വാമ്പേഴ്സിനെ അവർ ശരിക്കും വരുമ്പോൾ നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ഫീല് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡയറക്ഷൻ്റെ കഴിവ് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് മൈക്കിൾ ബി ജോർഡൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സിന്നേഴ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് തന്നെ. ആൻഡ് നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7/10. ഫ്രീ ആണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമെന്ന് മാത്രമേ എൻ്റെ റെക്കമെൻഡേഷൻ എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ ആക്ച്വലി ഈ ഒരു സിനിമ കണ്ടോ, നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് വാമ്പയർ സിനിമ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys next episode. Punch.